ഹായ് ഹലോ നമസ്കാരം, ഇറ്റ്സ് മിസ് ഫാഗസ്നം ഫ്രം തിരൂർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ട്രിപ്പിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. ഇനി രാവിലെ എണീറ്റപ്പോൾ തന്നെ ആദ്യം കണ്ടത് കുറേ പുഴകളും കുറേ മരങ്ങളൊക്കെയാണ്. ഒരു 9 മണിയോട് അടുപ്പിച്ച് നമ്മളെന്തായാലും റിസോർട്ടിൽ ചെക്കിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഫ്രഷപ്പായി കാര്യങ്ങളൊക്കെ മൂവ് ഓൺ ആക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ എന്നുള്ളത് ആദ്യം ഒന്ന് ശങ്കിച്ചു, റിസോർട്ട് ഏതാണെന്ന് കൺഫേം ചെയ്യാൻ. കുറച്ച് നേരം അവിടെ നിന്ന് ഫ്രഷപ്പായി നമ്മൾ തിരിച്ച് നമ്മൾ നേരെ നമ്മളെ ആക്ടിവിറ്റി ഡെസ്റ്റിനേഷനിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡൽഹി റിവർ ഡ്രാഫ്റ്റിംഗ് അവിടെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ആക്ടിവിറ്റിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഓഫ് ഓൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, ഓർമ്മയിലില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ അവിടെ കുറച്ച് പേര് ആക്ടിവിറ്റീസിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഇങ്ങനെ ഷോപ്പിലൊക്കെ കയറി ഷോപ്പൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയ ആൾക്കാരെ ഇതുപോലെ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു കുറേ എണ്ണത്തിൻ്റെ ഹോബീസ്. അത് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് നല്ല പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ട്രിപ്പ് വന്നിട്ട് ആക്ടിവിറ്റീസിൽ നിന്ന് മാറി നിന്ന് ഒരാൾ ഡിപ്രഷൻ അടിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതങ്ങനെ കുറച്ച് ടീംസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആക്ടിവിറ്റീസിലോട്ടായിരുന്നു. സംഭവം നല്ല രസമുണ്ടെങ്കിലും ഒരുപാട് നേരമൊക്കെ ആകുമ്പോൾ ശ്വാസം മുട്ടിയിട്ട് അമ്മയെ അച്ഛന്നൊക്കെ വിളിച്ചു പോകും. പിന്നെ നമ്മൾ നേരെ ബോട്ടിങ്ങിന് കയറി. ബോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഉണ്ടായിരുന്നത് റിവർ ഡ്രാഫ്റ്റിംഗ് ആണ്. റിവർ ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. റിവർ ഡ്രാഫ്റ്റിംഗ് ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഡൽഹി ട്രിപ്പിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങൾ അതായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലെത്തി ഫ്രഷപ്പായി കുറച്ച് നേരം ഒന്ന് ചുറ്റി അടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ കൊണ്ട് നമ്മൾ കുറച്ച് നേരം അടിച്ച് പൊളിച്ച് നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം. അപ്പോൾ ബൈ.